പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമസ്കാരം. നമ്മൾ ഇന്ന് ചാപ്റ്റർ 4-ൻ്റെ ലാസ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും ശ്രദ്ധാപൂർവം ഈ വീഡിയോ ശ്രവിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗം ആരംഭിക്കാം. നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ടോർക്ക് ഓൺ എ റെക്റ്റാങ്കുലർ കറണ്ട് ക്യാരിയിങ് ലൂപ്പാണ്. ഇവിടെ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പിന് ഞാൻ വരച്ചിട്ടുണ്ട്. PQRS എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ്. ഈ വഴിക്ക് കറണ്ട് വന്ന് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്ത് ഈ വഴിക്ക് വന്ന് ഇങ്ങനെയാണ് കറണ്ട് മടങ്ങിപ്പോകുന്നത്. ഇങ്ങനെയുള്ള ഈ റെക്റ്റാങ്കുലർ ലൂപ്പിന് PQ എന്ന് പറയുന്ന ഭാഗത്തിന് L ലെങ്ത് ഉണ്ട്. QR എന്ന് പറയുന്ന ഭാഗത്തിനാവട്ടെ B ആണ് ബ്രെഡ്ത്ത്, സ്മോൾ b. RS എന്ന് പറയുന്ന ഭാഗത്തിനും L ലെങ്ത്ത്, S മുതൽ P വരെയുള്ളത് ബ്രെഡ്ത്താണ്, നമ്മൾ B ആയിട്ട് പരിഗണിക്കും. ഓക്കെ, ഇങ്ങനെയുള്ള PQRS എന്ന് പറയുന്ന കറണ്ട് ക്യാരിയിങ് ലൂപ്പ് നമ്മൾ രണ്ട് മാഗ്നറ്റുകൾക്ക്, നോർത്ത് സൗത്ത് എന്ന് പറയുന്ന രണ്ട് മാഗ്നറ്റിൻ്റെ മധ്യഭാഗത്ത് നമ്മൾ വെച്ചിരിക്കുന്നു. എന്തിനാ? ഇൻ ഓർഡർ ടു പ്രൊവൈഡ് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കാം. PQRS is a rectangular loop carrying current I placed in a magnetic field. When a current I passes through the coil, the various forces acting are as follows. നോക്കാം. PQ എന്ന് പറയുന്ന ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് BIL ആണ്. അതേമാതിരി RS എന്ന് പറയുന്ന ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സും BIL ആണ്. ഈ രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഞാൻ മറ്റൊരു ഡയഗ്രത്തിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ PQ എന്ന് പറയുന്ന ഭാഗത്ത് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഇതാ ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്. അതിന് ഓപ്പോസിറ്റാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. രണ്ടും ഒരേ ലൈനിൽ കിടക്കാത്ത കാരണം കൊണ്ട് ഈ കോയിലുമേ ഒരു റൊട്ടേറ്റിംഗ് ഫോഴ്സ് അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ് പറഞ്ഞിട്ടുള്ളൂ. PQ എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും RS എന്ന് പറയുന്ന ഭാഗത്തെ ഫോഴ്സും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. QR എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും SP എന്ന് പറയുന്ന ഭാഗത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഇവിടെ നിന്ന് വായിച്ചു നോക്കൂ. ദി ഫോഴ്സസ് ഡ്യൂ ടു QR ആൻഡ് SP വിൽ നോട്ട് കോൺട്രിബ്യൂട്ട് ടു ദ റൊട്ടേഷൻ ഓഫ് ദ കോയിൽ. എന്തുകൊണ്ടാണ്? അത് അവിടെ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സുകൾ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ക്യാൻസലായി പോയി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ മറ്റൊരു ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന് പാരലായി കിടക്കുന്ന ഭാഗമായതുകൊണ്ട് സൈൻ തീറ്റയിൽ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ്. ദെർഫോർ BIL സൈൻ തീറ്റയിൽ BIL സൈൻ 0 എന്ന് കൊടുത്തു. സൈൻ 0 ആകയാൽ ആ ഫോഴ്സിൻ്റെ വാല്യൂ 0 ആയിട്ട് പോയി. അപ്പോൾ QR എന്ന് പറയുന്ന ഫോഴ്സും PS എന്ന് പറയുന്ന ഫോഴ്സും ക്യാൻസലായിപ്പോയി. അപ്പോൾ ഇതുമ്പോൾ 4 ഭാഗങ്ങളുണ്ടെങ്കിലും ഇതുമ്പോൾ 2 ഫോഴ്സ് ഇപ്പോൾ ആക്ട് ചെയ്യുന്നുള്ളൂ. ഈ ഒരു ഫോഴ്സും ഈ ഒരു ഫോഴ്സും. ഭാഗ്യവശാൽ ഈ 2 ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് BIL ആണ്. പക്ഷേ ഈ 2 ഫോഴ്സും ഒരേ ദിശയിലല്ല ആക്ട് ചെയ്യുന്നത്, ഓപ്പോസിറ്റാണ്. പക്ഷേ ഒരേ ലൈനിലല്ല ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സംഭവിക്കും, ഈ PQRS എന്ന് പറയുന്ന ഈ കോയിലിനെ അത് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. ഡ്യൂ ടു ദ അബവ് 2 ഫോഴ്സസ് ലൂപ്പ് സ്റ്റാർട്ട്സ് ടു റൊട്ടേറ്റ്. ദെൻ അപ്പോൾ എന്ത് ഫോഴ്സ് സമാപിച്ചു. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫോഴ്സ് ഇല്ലല്ലോ, പിന്നെ എന്താ ഉള്ളത്? ടോർക്കാണുള്ളത്. ദെർഫോർ ടോർക്ക് കാണണം നമുക്ക്. ദെർഫോർ ഇനി നോക്കൂടാ, ഇവിടെ നോക്കൂ. ദ ആം ഓഫ് ദ കപ്പിൾ ഈസ് ഈക്വൽ ടു QR സൈൻ തീറ്റ. QR എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് B സൈൻ തീറ്റയാണ്. ടോർക്ക് കാണാനുള്ള ഫോർമുല ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് ദ കപ്പിളാണ്. ഫോഴ്സ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട് BIL ആണ്. അപ്പോൾ നമ്മൾ BIL കൊടുത്തു. ആം ഓഫ് ദ കപ്പിൾ B സൈൻ തീറ്റയാണ്, ആ വാല്യൂ കൊടുത്തു. L ഇൻറ്റു B എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ ഏരിയ ആണ്. നീളം ഇൻറ്റു വീതി ഏരിയ ആണല്ലോ. അപ്പോൾ ഇവിടെ ഏരിയ കൊടുത്തു. നമ്മുടെ ടോർക്കിൻ്റെ ഫോർമുല IAB സൈൻ തീറ്റ കിട്ടി. IAB സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ ടോർക്ക് ടോയ്സ് ഈക്വൽ ടു I ഇൻറ്റു A ക്രോസ് B എന്ന് എഴുതി വെച്ചു. ഇതൊരു വെക്റ്റർ പ്രോഡക്റ്റ് ആണ്. ഓഫ് കോഴ്സ് ടോർക്ക് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇഫ് ദർ ആർ n നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ കോയിൽ, ആ ലൂപ്പുമേ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷനെ n കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി 2 കേസുകൾ പറയുന്നു. when തീറ്റ ഈസ് ഈക്വൽ ടു 0. തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെയാണ് PQRS. ഉദാഹരണം PQRS എന്ന് പറയുന്ന കോയിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്ന ഏരിയ വെക്ടർ ഇങ്ങനെയാണ്, നിങ്ങളിലേക്കാണ്. മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന വീഡിയോ കാണുന്ന സ്ക്രീനിൽ നിന്ന് നിങ്ങളിലേക്കാണ് അതിൻ്റെ ഏരിയ വെക്ടർ നിൽക്കണേ. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ 90 ആണ്. പക്ഷേ ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 0 ആണ് അസ്യൂം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യണം. നോക്കൂ, അപ്പോൾ ഏരിയ വെക്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഏരിയ വെക്ടർ. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്ന രീതിയിൽ. മാഗ്നറ്റിക് ഫീൽഡും ഇങ്ങനെയാണ് ആക്ട് ചെയ്യണത്.
അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ when the rectangular current carrying loop is perpendicular to the magnetic field then theta is equal to 0. തീറ്റ ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ സൈൻ തീറ്റയ്ക്ക് പകരം 0 കൊടുക്കൂ, ദെൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു 0. എപ്പോഴെങ്കിലും 90 ആവണ സമയത്ത്, 90 എന്ന് പറയുന്നത് റെക്റ്റാങ്കുലർ കോയിൽ എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡിന് പാരലൽ ആവണ സമയത്താണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കടന്നു പോകുന്നത്, പാരലൽ ആവുന്ന സമയത്താണ് 90 വരുന്നത്. ദെൻ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു NIAB. എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ഐ ബി ദ കറണ്ട്, എ ഏരിയ ഓഫ് ദ കറണ്ട് ക്യാരിങ് ലൂപ്പ്, ആൻഡ് ബി എന്ന് പറയുന്നത് അത് അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. ഓക്കെ, പക്ഷേ I ഇൻറ്റു എ എന്ന് പറയുന്നത്, കറണ്ട് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ് അത്ര. ദെർഫോർ NIAക്ക് പകരം ഞാൻ M കൊടുത്തു, മാഗ്നറ്റിക് മൊമെൻറ്റ്. ദെർഫോർ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു M ക്രോസ് ബി. അപ്പോൾ ടോർക്കിന് രണ്ട് ഫോർമുല ഉണ്ട്. ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ഒന്നല്ലെങ്കിൽ IAB സൈൻ തീറ്റ, അതിന് തന്നെ വെക്ടർ ഫോർമാറ്റിൽ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു I ഇൻറ്റു എ ക്രോസ് ബി, അഥവാ ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു M ഇൻറ്റു ബി. ഈ രണ്ട് ഫോർമുലയും ടോർക്കിനുള്ള കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അടുത്തത് ഒരു സർക്കുലാർ കറണ്ട് ലൂപ്പാണ്. ഒരു സർക്കുലാർ കോയിൽ മോഡ് കറണ്ട് കടന്നു പോകുമ്പോൾ ഉണ്ടാക്കപ്പെടുന്ന മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. B is equal to mu 0 I a square divided by 2 into a square plus x square all raised to 3/2. എ എന്ന് പറയുന്നത് സർക്കുലാർ കോയിലിൻ്റെ റേഡിയസ് ആണ്. എക്സ് എന്ന് പറയുന്നത് സർക്കുലാർ കോയിലിൻ്റെ സെൻറ്ററിൽ നിന്ന് ഏത് പോയിന്റിലാണോ മാഗ്നറ്റിക് ഫീൽഡ് കാണേണ്ടത് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫോർമുല. ഇവിടെ ഒരു അസംഷൻ കൊടുക്കുകയാണ്. വെൻ എക്സ് ഈസ് ഫാർ ഗ്രേറ്റർ ദാൻ ദ റേഡിയസ്, ഡിസ്റ്റൻസ് റേഡിയസിനേക്കാൾ ഒരുപാട് കൂടുതലാണ് സങ്കല്പിക്കുക. അപ്പോൾ നമ്മൾ എ സ്ക്വയർ ക്യാൻ ബി നെഗ്ലക്റ്റഡ്. അപ്പോൾ ഈ ഇക്വേഷനിൽ അടിഭാഗത്ത് ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് ക്യൂബ്ഡ് കിട്ടി. ഈ ഇക്വേഷനെ നമ്മൾ മുകളിലും അടിഭാഗത്തും പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്തിനാണ് പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈ ഇൻറ്റു എ സ്ക്വയർ എന്ന് പറയുന്നത് റേഡിയസിൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ പൈ ആർ സ്ക്വയർ എന്ന് വായിക്കൂ. അതെന്താ? അത് ഏരിയയാണ്. ആ റെക്റ്റാങ്കുലർ ലൂപ്പിൻ്റെ സർക്കുലർ കോയിൽ, സർക്കുലർ കോയിലിൻ്റെ ഏരിയയാണ്. ദെർഫോർ ബി ഈസ് ഈക്വൽ ടു mu 0 I a ഡിവൈഡഡ് ബൈ 2 pi x ക്യൂബ്. ഈ ഇക്വേഷനെ വീണ്ടും രണ്ട് കൊണ്ട് മുകളിലും അടിയിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഐ എ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, എന്തായിരുന്നു? മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ M കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ B ഈസ് ഈക്വൽ ടു mu 0 2M ഡിവൈഡഡ് ബൈ 4 pi x ക്യൂബ്. ഇതാണ് സർക്കുലാർ കറണ്ട് ലൂപ്പ് ആസ് എ മാഗ്നറ്റിക് ഡൈപോളിൻ്റെ ഇക്വേഷൻ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരുന്ന കാര്യം ഉണ്ടായിരുന്നു, ഇലക്ട്രിക് ഫീൽഡ് ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത് 1/4 pi epsilon 0 2p by x ക്യൂബ്ഡ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്താൽ എമ്മിന് പകരം നമുക്ക് പി കൊടുക്കാം. അതുകൊണ്ട് ഞാൻ ഇവിടെ അടിച്ചത് ഫ്രം അനലോജി P is equal to M. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. B is equal to mu 0 2M ഡിവൈഡഡ് ബൈ, ഈ ഇക്വേഷൻ പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. B is equal to mu 0 2M ഡിവൈഡഡ് ബൈ 4 pi x ക്യൂബ്ഡ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. അടുത്തത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻ്റ് ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ. ശ്രദ്ധിക്കണം, ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു ചാർജുള്ള പാർട്ടിക്കിളാണ്. 1.6 × 10⁻⁻19 കൂളമ്പ് ചാർജ് ഉള്ളതാണ് ഇലക്ട്രോൺ. അത് ന്യൂക്ലിയസ് എന്ന് പറയുന്നതിന് ചുറ്റിലും ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നു ത്രൂ സെർട്ടൈൻ ഓർബിറ്റൽസ്. അപ്പോൾ ഒരു ചാർജുള്ള പാർട്ടിക്കിളിൻ്റെ മൂവ്മെൻറ്റിന് പറയുന്ന പേരെന്താ? കറണ്ട് എന്നാണ് പറയുക. അപ്പോൾ ഇലക്ട്രോൺ കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്? ഒരു കറണ്ട് ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്. അത് മുഖേന ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെൻറ്റ്. ഇലക്ട്രോൺ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഈസ് ഐഡൻറ്റിക്കൽ വിത്ത് എ സർക്കുലാർ കറണ്ട് ലൂപ്പ്. ഒരു സർക്കുലർ കറണ്ട് ലൂപ്പിനോട് ഈക്വലൻ്റ് ആണ് അത്ര ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആസ് എ റിസൾട്ട് ഇറ്റ് പ്രൊഡ്യൂസസ് എ മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു ദ റെവല്യൂഷൻ. കറണ്ട് കാണാനുള്ള ഫോർമുല നമ്മൾ തേർഡ് ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. I is equal to Q/T ആണ്. Q എന്ന് പറയുന്നത് ചാർജ്, ഇലക്ട്രോണിൻ്റെ ചാർജ് E ആയതുകൊണ്ട് ഞാൻ E/T എന്ന് കൊടുത്തു. വേറെ T is the period of revolution. T കാണാൻ ഒരു സർക്കുലർ കോയിലിൻ്റെ പീരീഡ് കാണാനുള്ള ഫോർമുല എന്താ? 2πr/v ആണ്. 2πr എന്ന് പറയുന്നത് ആ ഏത് സർക്കിൾ കൂടിയാണോ അത് സർക്കുലേറ്റ് ചെയ്യണേ അതിൻ്റെ സർക്കംഫറൻസ് ആണ് 2πr എന്ന് പറയുന്നത്. ആ സർക്കിളിൻ്റെ റേഡിയസ് ആണ് r എന്ന് പറയുന്നത്. v എന്ന് പറയുന്നത് മൂവിങ് വെലോസിറ്റി. അപ്പോൾ നമ്മുടെ ഗിവൺ ഫോർമുലയിൽ ടിക്ക് പകരം ഈ ഫോർമുല കൊടുത്തു 2πr/v. അപ്പോൾ I is equal to E ഡിവൈഡഡ് ബൈ 2πr/v. v മോൾ ഭാഗത്തേക്ക് പോയി. അപ്പോൾ I is equal to EV ഡിവൈഡഡ് ബൈ 2πr. ഓക്കെ, മാഗ്നറ്റിക് മൊമെൻറ്റ് ഡ്യൂ ടു റെവല്യൂഷൻ M is equal to IA. നമ്മൾ നേരത്തെ കണ്ടതാണ് മാഗ്നറ്റിക് മൊമെൻറ്റ്. അതിൽ A എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ നമ്മുടെ ഇതിൽ ഒരു
ന്യൂക്ലിയസ് ചുറ്റിലും ഒരു ഇലക്ട്രോൺ കിടന്ന് കറങ്ങുമ്പോൾ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിൻ്റെ വാല്യൂ EV/2πr ആണ്. E എന്ന് പറയുന്നത് ഇലക്ട്രോണിൻ്റെ ചാർജ്, V എന്ന് പറയുന്നതിൻ്റെ മൂവിങ് വെലോസിറ്റി, R എന്ന് പറയുന്നത് ആ ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ നമ്മുടെ ഗിവൺ ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു EV/2πr ഇൻറ്റു എക്ക് പകരം πr² കൊടുത്തു. അപ്പോൾ നമ്മളിതിൽ പെട്ടിപ്പോൾ EVR/2 എന്ന് കിട്ടി. ഈ EVR/2 എന്ന് പറയുന്ന ഈക്വേഷനെ നമ്മൾ മാറ്റി എഴുതി. നമ്മൾ M കൊണ്ട് അടിഭാഗത്ത് മുകൾ ഭാഗത്ത് മൾട്ടിപ്ലൈ ചെയ്ത് വിട്ടാൽ അപ്പോൾ ഇവിടെ M ഇവിടെ കൂടുതൽ വന്നു, ഇവിടെ M അടിഭാഗത്ത് വന്നു. അതിൽ MVR എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്, അത് ആംഗുലാർ മൊമെൻ്റ് ആണ്. L എന്ന് പറയുന്നതാണ്. L ഈസ് ഈക്വൽ ടു MVR ഈസ് ദ ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ E/2m ഇൻറ്റു L എന്ന് കിട്ടി. ആ ഇക്വേഷൻ അപ്പോൾ M ഈസ് ഈക്വൽ ടു EL/2m എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ പറ്റി. ആ ഇക്വേഷനിൽ നിന്ന് M/L ഈസ് ഈക്വൽ ടു E/2m കിട്ടി. ഇതിനെ പറയുന്ന പേരാണ് ഗൈറോമെട്രിക് റേഷ്യോ. M/L ഈസ് ഈക്വൽ ടു E/2m പറയുന്ന പേരെന്താ? ഗൈറോമെട്രിക് റേഷ്യോ ആണ്. ഫ്രം ബോർ പോസ്റ്റുലേറ്റ് ആംഗുലാർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു NH/2π ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള M ഈസ് ഈക്വൽ ടു EL/2m എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തു? M ഈസ് ഈക്വൽ ടു E/2m, Lന് പകരം L ആണ് NH/2π എന്ന് പറയുന്നത്, NH/2π കൊടുത്തു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ NEH/4πm എന്ന് കിട്ടി. അതിൽ നിന്ന് നോക്കൂ, ഫോർ ദ ഫസ്റ്റ് ഓർബിറ്റ് N ഈസ് ഈക്വൽ ടു 1, ഈ ഇക്വേഷനിൽ Nന് പകരം 1 കൊടുക്കുക. അപ്പോൾ M ഈസ് ഈക്വൽ ടു EH/4πm. അപ്പോൾ Eയുടെ വാല്യൂ നമുക്കറിയാം, H പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ് നമുക്കറിയാം, M ഇലക്ട്രോണിൻ്റെ മാസമാണെന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. നമ്മുടെ ഗിവൺ ഇക്വേഷൻ 9.27 ഇൻറ്റു 10⁻⁻24 ആംപിയർ മീറ്റർ സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയ വാല്യൂ. ദിസ് മിനിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ആണ് കേട്ടത്, മാഗ്നറ്റിക് മൊമെൻറ്റ്. This minimum value of magnetic moment of an electron when it moves in the first orbit is called Bohr magneton. അത് 2 വർഷം മുൻപൊക്കെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഡിഫൈൻ ബോർ മാഗ്നറ്റോൺ. സോ ഇറ്റ് ഈസ് എ മിനിമം വാല്യൂ ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺ വെൻ ഇറ്റ് മൂവ്സ് ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റ്. അതിനെ പറയുന്ന പേരാണ് മാഗ്നറ്റിക് മൊമെൻറ്റിൻ്റെ ഫസ്റ്റ് ഓർബിറ്റിലെ വാല്യൂവിന് പറയുന്ന പേരാണ് ബോർ മാഗ്നറ്റോൺ. M എന്ന് പറയുന്നത് മാഗ്നറ്റിക് മൊമെൻ്റ് ആണ്. അതിൻ്റെ യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ ആണ്. അടുത്തത് മൂവിങ് കോയിൽ ഗാലോനോമീറ്റർ ആണ്, അഥവാ MCG. നമ്മൾ നേരത്തെ കണ്ടു, ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് റൊട്ടേറ്റ് ചെയ്യാൻ ആരംഭിക്കും ഡ്യൂ ടു ടോർക്ക്. ഇതിനെ നമ്മൾ കറണ്ട് മെഷർ ചെയ്യാനും വോൾട്ടേജ് മെഷർ ചെയ്യാനുമുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രിൻസിപ്പിൾ നോക്കൂ. എ റെക്ടാങ്കുലർ കറണ്ട് ക്യാരിങ് ലൂപ്പ് വിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതാണ് MCGയുടെ പ്രിൻസിപ്പിൾ. നോക്കൂ, ഇവിടെ എന്താണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യം? PQRS എന്ന് പറയുന്ന നേരത്തെ കണ്ട അതേ കോയിൽ തന്നെ നമ്മളൊരു കറണ്ട് ക്യാരിങ് വയർ മോഡ നമ്മൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. 2 ഫീൽഡ് മാഗ്നറ്റിൻ്റെ മധ്യഭാഗത്താണ് സസ്പെൻഡ് ചെയ്തേക്കുന്നത്. അടിഭാഗത്ത് ചെറിയൊരു ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്പിൻ്റെ ഞാനൊരു സ്പ്രിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോയിൽ എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് ഒരു പൊട്ടൻഷ്യൽ എനർജി ഫോം ചെയ്യും. ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കറണ്ടിനെ മെഷർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എൻ്റെ കൺസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞു. PQRS എന്ന് പറയുന്നത് ഒരു സസ്പെൻഡ് ബിറ്റ്വീൻ പോൾ പീസ് ഓഫ് 2 പവർഫുൾ ഫോഴ്സ് 2 മാഗ്നറ്റ് സോ ദ ഫീൽഡ് ഈസ് റേഡിയൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയാനായിട്ട് വിട്ടുപോയി. ഇതിൻ്റെ മധ്യഭാഗത്ത് ഒരു സോഫ്റ്റ് അയേണിൻ്റെ സിലിണ്ടർ L എന്ന് പറയുന്ന സിലിണ്ടർ ഞാൻ വെച്ചിട്ടുണ്ട്. ഈ 2 മാഗ്നറ്റിന് അപ്ലൈ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ സെൻറ്ററിലേക്ക് ആകർഷിക്കാൻ വേണ്ടി, അഥവാ അവിടെ റേഡിയൽ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഈ ഒരു സോഫ്റ്റ് അയൺ കോറിൻ്റെ ഒരു സിലിണ്ടർ വെച്ചിരിക്കുന്നത്. കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. T1 T2 എന്ന് പറയുന്നത് T2 എന്ന് പറയുന്നത് കറണ്ട് എൻ്റർ ചെയ്യുന്ന പോയിൻ്റാണ് T1, കറണ്ട് ലീവ് ചെയ്യുന്ന പോയിൻ്റാണ് T2 എന്ന് പറയുന്നത്. നോക്കൂ, ഇനി വർക്കിംഗ്. എപ്പോഴെങ്കിലും കറണ്ട് കടന്നു പോകുമ്പോൾ ഈ കോയിൽ എക്സ്പീരിയൻസ് എ ടോർക്ക് ടോയ്സ് ഈക്വൽ ടു NIB. ആസ് എ റിസൾട്ട് സ്പ്രിംഗ് വൈൻഡ്സ് അപ്പ്. അടിഭാഗത്തുള്ള ഫോസ്ഫോർ ബ്രോൺ സ്ട്രിപ്പിനെ കൊണ്ട് നിർമ്മിച്ച സ്പ്രിങ് വൈൻഡ് ചെയ്യാൻ ആരംഭിക്കും. അതായത് അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്യാൻ ആരംഭിക്കുന്ന അർത്ഥം. ആ ട്വിസ്റ്റ് ചെയ്യുന്നതിൻ്റെ വാല്യൂ ആണ് നമ്മൾ K∅ എന്ന് പറയുന്നത്. K എന്ന് പറയുന്നത് റെസ്റ്ററിങ് ടോർക്ക് പെർ യൂണിറ്റ് ഡിഫ്ലക്ഷൻ ആണ്. ആൻഡ് φ ഈസ് ദ ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസ്ഡ്. കോയിൽ ഇങ്ങനെ ഇരിക്കുന്ന കോയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കോയിൽ പതുക്കനെ നിങ്ങൾ റൊട്ടേറ്റ് ചെയ്യില്ലേ, ഈ ആംഗിൾ എത്രയാണെന്നാണ് φ എന്ന് പറയുന്നത്.
ആ ഫോസ്ഫർ ബ്രോൺസ് സ്ട്രിപ്പിൻ്റെ റെസ്റ്ററിങ് ടോർക്കാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് NIABയും ഈ K5 എന്ന് പറയുന്ന ഫോഴ്സും ഈക്വൽ ആകുമ്പോൾ ഇത് ഫർദർ റൊട്ടേഷൻ അവസാനിച്ച് ആ പോയിന്റിൽ നിൽക്കും. അത് എർഫോർ നമുക്കത് ഇക്വേറ്റ് ചെയ്യാം. NIAB is equal to K5. അതിൽ നിന്ന് കറണ്ടിൻ്റെ വാല്യൂ I is equal to K5 divided by NAB. അതിൽ K is a constant, N is a constant, area is a constant, magnetic field is a constant. അപ്പോൾ നമുക്ക് എന്ത് പറയാം? I proportional to 5 എന്ന് പറയാം. ഇങ്ങനെ നോക്കൂ, ഇത് കൂടുതൽ കറണ്ട് കടന്നു പോകുമ്പോൾ കോയിൽ കൂടുതൽ റൊട്ടേറ്റ് ചെയ്യും. അതിനാണ് പറയുന്നത് കറണ്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ പ്രൊഡ്യൂസർ. കുറച്ച് കറണ്ട് മാത്രമേ കടന്നു പോകുന്നുള്ളെങ്കിലോ ഡിഫ്ലക്ഷൻ കുറച്ചായിരിക്കും. അപ്പോൾ ഡിഫ്ലക്ഷൻ കുറച്ചുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അതോടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ വാല്യൂ കുറവാണെന്ന് മനസ്സിലാക്കാം. അതാണ് ഇതിൻ്റെ വാല്യൂ. അടുത്തത് കറണ്ട് സെൻസിറ്റിവിറ്റി ആൻഡ് വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഓഫ് മൂവിങ് കോയിൽ ഗാലനോമീറ്റർ. കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ബൈ കറണ്ടാണ്. നോക്കൂ, 5/I ആണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുൻപത്തെ ഇക്വേഷനിൽ I is equal to K5 divided by NAB, ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ 5/I കണ്ടുപിടിക്കുക. അപ്പോൾ NAB/K, അതിനെ പറയുന്ന പേരാണ് കറണ്ട് സെൻസിറ്റിവിറ്റി. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ബൈ കറണ്ട് ആണെങ്കിൽ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഡിഫ്ലക്ഷൻ ബൈ വോൾട്ടേജ് ആണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ NAB divided by KR എന്ന് കിട്ടി. ഇനി ഇവിടെ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. കറണ്ട് സെൻസിറ്റിവിറ്റിയും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയും പരസ്പരം ബന്ധമില്ലാത്ത ഒന്നാണെന്ന്. ഉദാഹരണത്തിന്, ഇഫ് യു ഡബിൾ ദ നമ്പർ ഓഫ് ടേൺസ് ഇൻ കറണ്ട് സെൻസിറ്റിവിറ്റി, ഇവിടെ ഈ കേസിൽ Nൻ്റെ വാല്യൂ ഡബിൾ ആക്കുക, കറണ്ട് സെൻസിറ്റിവിറ്റി ഓൾസോ ഡബിൾസ്. ഓക്കെ, പക്ഷേ ഇവിടെ Nൻ്റെ വാല്യൂ ഡബിൾ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ വിചാരിക്കും ഇവിടെ Nൻ്റെ വാല്യൂ ഡബിൾ ചെയ്യുമ്പോൾ വോൾട്ടേജ് സെൻസിറ്റിവിറ്റി ഡബിൾ ആവുന്നു. ഒരിക്കലും ഇല്ല. Nൻ്റെ വാല്യൂ ഡബിൾ ആവുന്ന സമയത്ത് അതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂം ഓൾസോ ഗെറ്റ് ഡബിൾഡ് ആവും. അതിൻ്റെ ഫലമായി എന്ത് സംഭവിച്ചു? വോൾട്ടേജ് സെൻസിറ്റിവിറ്റി റിമെയിൻസ് ദ സെയിം. അപ്പോൾ N ഡബിൾ ആകുമ്പോൾ Rഉം ഡബിൾ ആവുമെന്ന് അർത്ഥം. അപ്പോൾ ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 2ഉം ക്യാൻസലായിപ്പോയി. അതുകൊണ്ട് വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ മാറ്റം വരില്ല. അപ്പോൾ കറണ്ട് സെൻസിറ്റിവിറ്റിയിൽ മാറ്റം വന്നാലും വോൾട്ടേജ് സെൻസിറ്റിവിറ്റിയിൽ മാറ്റം വരില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കൊരു അടുത്തൊരു ക്ലാസ്സുമായി പുതിയൊരു ചാപ്റ്ററുമായി നമുക്ക് അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റുന്ന വിശ്വാസത്തോടെ നിർത്തുന്നു. നന്ദി.